you. Thank you so much. Hello guys, welcome back to Afrincha's World. So today 25th November ഇന്നാണ് ഷിയാസ്കയുടെ കല്യാണം. സോ ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കല്യാണത്തിന് പോയിട്ടില്ല, റിസപ്ഷൻ എന്തായാലും പോകും ഗൈസ്. സോ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇനിയിപ്പോൾ പോയി റെഡി ആവണം. ഇപ്പോൾ ഒരു 2 ഇത്ര ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നൊരു 4 മണി ആ ഒരു ടൈമിൽ ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ അപ്പുറത്ത് എത്തുള്ളൂ. 6 o'clock റിസപ്ഷൻ വരുന്നത്. അപ്പോൾ ഇനി റെഡി ആവണം, മേക്കപ്പ് ചെയ്യണം, ഹെയർ സെറ്റ് ചെയ്യണം. മേക്കപ്പ് അതില്ല, പക്ഷേ ഹെയർ സെറ്റ് ചെയ്യാൻ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് പിന്നെ ഇങ്ങനെ ബുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം എൻ്റെ വീട്ടിൽ ഉമ്മച്ചി ഉണ്ടല്ലോ. ഉമ്മച്ചി ബ്യൂട്ടീഷ്യൻ ചെയ്യും, മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. സോ ഉമ്മച്ചിക്ക് ഞാൻ ഹെയർ സ്റ്റൈലൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്, ഇതാണ് എനിക്ക് വേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലോട്ട് പോകാം. കമോൺ. ഷിയാസ്കൊക്കെ കൊടുക്കാനുള്ള ഗിഫ്റ്റൊക്കെ ഞാനിവിടെ പാക്കൊക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് പാക്ക് ചെയ്തിട്ടാണ് കിട്ടിയത്, പക്ഷേ എനിക്കത് കാണാൻ ഭയങ്കര ആകാംക്ഷയായിട്ട് ഞാനത് ഫ്രെയിം ആട്ടോ, അത് ഞാനിങ്ങനെ പൊട്ടിച്ചിട്ട് ഞാൻ വീണ്ടും പാക്ക് ചെയ്തു. നമ്മളിൽ ഉണ്ടായിരുന്നു ഇതിൻ്റെ ഷീറ്റ്, അപ്പോൾ ഞാനിങ്ങനെയൊക്കെ എഴുതി സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും പോയി ഒരുങ്ങിയിട്ട് വരാം. കമോൺ. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഹെയർ സെറ്റ് ചെയ്യാൻ പോവാണ്. ആദ്യം തന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് മേക്കപ്പ് ചെയ്യുന്നത്. ഇതാണ് അല്ലുവിൻ്റെ ഫ്രോക്ക്, ഇതാണ് എൻ്റെ ഫ്രോക്ക്. അപ്പോൾ ഗൈസ്, ഞങ്ങളുടെ ഫൈനൽ ലുക്ക് ഇതാണ് ഗൈസ്. ഹായ് ഡാർലിംഗ്. അപ്പോൾ ഗൈസ്, ഞങ്ങൾതാ ഇവിടെ നിന്ന് ഇറങ്ങി ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ അത് മനസ്സിലാക്കിയത് ഞങ്ങൾ ഗിഫ്റ്റ് എടുത്തില്ല എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ വീണ്ടും വീട്ടിൽ പോയി ഗിഫ്റ്റൊക്കെ എടുത്തിട്ടാണ് വീണ്ടും അങ്ങോട്ട് പോയത്. നമ്മ ഇറങ്ങി ഒരു കുറച്ച് സമയമൊക്കെ കഴിഞ്ഞപ്പോൾ അല്ലു ആകെ ടയേർഡ്, എന്താ എത്താത്തേ അങ്ങനെയൊക്കെ ചോദിച്ച് തുടങ്ങി. അപ്പോൾ പെരുമ്പാവൂർ നമ്മളിപ്പോൾ എത്തിയിട്ടുണ്ട്, ഇനിയും കുറേ ഇവിടെ നിന്ന് പോകാനുണ്ട് കേട്ടോ. സോ ഗൈസ്, നമ്മതാ ഇവിടെ എത്തിയിട്ടുണ്ട്. സീമ ഓഡിറ്റോറിയത്തിലായിരുന്നു റിസപ്ഷൻ വന്നിരുന്നത്. ഞങ്ങളവിടെ ഒരു 7 മണിക്കൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഷിയാസ്കൊന്നും അവിടെ എത്തിയിട്ടുണ്ടായില്ല. അപ്പം ഞങ്ങൾ നോക്കുമ്പോൾ അവിടെ കുറേ യൂട്യൂബേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അവരൊക്കെ ആയിട്ട് ചെന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. ഗൈസ്, ഉമ്മച്ചി അങ്ങോട്ട് ചെന്ന് ഇങ്ങനെ വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മുടെ സിവുക്കുട്ടിയുടെ വാപ്പ ഇറങ്ങി വന്നിട്ടോ. അപ്പോൾ ആകെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് അയക്കാനൊക്കെ കണ്ടത്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു സിവക്കുട്ടി വന്നിട്ടുണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ട്. അതാണ് അല്ലു ഇപ്പോൾ ഞങ്ങളുടെ അടുത്ത് ഓടി വന്നിട്ട് പറഞ്ഞത് ഞാൻ അവരെ കണ്ടു, നമുക്ക് പോവാ സംസാരിക്കാം. അങ്ങനെ ഞാനും ഉമ്മച്ചിയും കൂടെ അല്ലുവും കൂടെ ചെന്ന് ആ ആൻറ്റീനായിട്ട് സംസാരിച്ചു. സിവുക്കുട്ടി ഓടി നടക്കുമായിരുന്നു. ഉണ്ണിനെ കിട്ടിയില്ല, കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടോ. ഈ ഒരു ഭാഗം ഫുള്ള് യൂട്യൂബേഴ്സ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് അറിയണവരൊക്കെ ആയിട്ട് ഞങ്ങൾ സംസാരിച്ചു, ഫോട്ടോ ഒക്കെ എടുത്തു. എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ. ഗായ്സ്, അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്നുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു നമ്മുടെ കുഞ്ഞൻ പാണ്ടിക്കാനെ കണ്ടത്. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് സംസാരിച്ച് ഭയങ്കര സന്തോഷമായിട്ടോ ഇവരെ കണ്ടപ്പോൾ. ഇവരെ എന്തിനാണ് ഇങ്ങനെ നേരിട്ട് കാണുന്ന ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. യൂട്യൂബിലാണ് നമ്മൾ കണ്ടിരുന്നത്, പക്ഷേ ഇങ്ങനെ നേരിട്ട് കണ്ടപ്പോൾ വളരെ ഒരു ഹാപ്പിനെസ് ആയിരുന്നു. അസ്സലാമു അലൈക്കും. വീഡിയോസൊക്കെ കാണാറുണ്ട്. രണ്ടാളും ചെറുതായി വരണം. ഓരോ വീഡിയോ കഴിയുന്നോളെ രണ്ടാളും ചെറുതായി വരാണ്. മക്കൾ വന്നിട്ടില്ലേ? അത് കഴിഞ്ഞ് ഞങ്ങളെ സീറ്റിലേക്ക് പോകുമ്പോഴായിരുന്നു അവിടെ ക്യാമറക്കാരൊക്കെ ഭയങ്കര ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്നു. അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ നമ്മുടെ കളിവീട് സീരിയലിലത്തെ മധു ആൻറ്റി ആയിരുന്നു കേട്ടോ ഗൈസ് അത്. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് ചെന്നു, ഫോട്ടോ ഒക്കെ എടുത്തു, സംസാരിച്ചു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് സീറ്റിലേക്ക് തന്നെ പോയി. നിമിഷങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഷിയാസിന്റെ നവവധുവും ദർഫയും ഇവിടെ എത്തിച്ചേരും. അപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ നല്ല പ്രായപ്പെട്ട മിത്രാദികൾ, സുഹൃത്തുക്കൾ എല്ലാവരും ഈ ഹാളിലേക്ക് കയറിയിരിക്കണം എന്ന് അറിയിക്കുകയാണ്. ഫ്യൂ ടൈംസ് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഷിയാസിന്റെ അതിൻ്റെ കൂടെ തന്നെ നിങ്ങളൊരു കാര്യം ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഷിയാസിന്റെ നവവധു പ്രിയപ്പെട്ട ദർഫയ്ക്കും എല്ലാവിധ ആശംസകളും നേരുന്നു.
once again all the best. Shiaz and therefore wish all the best, wish all success. അപ്പോൾ ഗൈസ് ഞങ്ങൾ അവിടെ ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കണ്ടത് നമ്മുടെ അൽത്താഫ്ക്കയും വൈഫും അവിടെ. ഇവരൊന്നും കാണുന്ന ഒട്ടും പ്രതീക്ഷിച്ചാൽ അല്ലു കാണിച്ചു തന്നപ്പോഴാണ് ആകെ ഞെട്ടി. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് സെൽഫിയൊക്കെ എടുത്തു പോയിട്ട്. ഇവർ രണ്ടുപേരും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കപ്പിൾസാണ്. അപ്പം ഞങ്ങളിതാ കളിവീട് സീരിയലിലത്തെ മധു ആൻറ്റിയുടെ അടുത്തൊക്കെ ചെന്നു ഫോട്ടോസൊക്കെ എടുത്തു. ആ ആൻറ്റിയൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. അപ്പം ഞങ്ങൾ ബാക്കിൽ നിന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു അവിടെ നിന്ന് നിൽക്കണ്ടാവും, ആ ചെയറിൽ വന്നിരിക്കി. അപ്പോൾ ഞാൻ ബാക്കിൽ നിന്നും അല്ലുവിനെ ചെയറിലിരുത്തി ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തു. ഭയങ്കര ഹാപ്പിയായി ഇവരൊക്കെ കണ്ടപ്പോൾ. അത് കഴിഞ്ഞിട്ട് ഈ ആൻറ്റീനെ കണ്ടു. ഇതൊരു സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ആൻറ്റിയാണ്. അപ്പോൾ ഞങ്ങൾ ആ ആൻറ്റീൻ്റെ അടുത്ത് ചെന്ന് ഫോട്ടോസ് എടുത്തു. ഈ ഇക്ക നമ്മുടെ 90s ഷാരൂഖ് ഖാൻ്റെ പാട്ടൊക്കെ പാടുന്ന ഇക്കാണ്. ഫ്ലവേഴ്സിലൊക്കെ ഉണ്ടായി. ഉമ്മച്ചിയുടെ ഭയങ്കര ഫേവറേറ്റ് ആട്ടോ. അപ്പോൾ ഞങ്ങൾ ആ ഇക്ക സ്റ്റേജിൽ പാട്ട് പാടാൻ കയറിയപ്പോൾ ഞങ്ങൾ ആ കടപ്പാട്ടും കേട്ടിരുന്നു കുറേ നേരം. ഷിയാസ്ക്കൊന്നും എത്തിയിട്ടില്ല ഇതുവരെ. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്നിട്ട് ഷിയാസ്ക്ക് വരുമ്പോൾ നമുക്ക് പരിപാടികളൊക്കെ കാണാമല്ലോ. അപ്പോൾ ഞങ്ങൾ നേരത്തെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഫുഡൊക്കെ എടുത്ത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേന് ഷിയാസ്ക്ക വന്നു കേട്ടോ. അപ്പോൾ ഉമ്മച്ചി ഇത്തിരി കഴിച്ച് നേരെ ഓടി അത് അവരെ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ കംപ്ലീറ്റ് ചെയ്തപ്പോൾ അലുവിന് ഐസ്ക്രീമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ലുക്കാടെടുത്തും കിക്കാടെടുത്തും ആക്കി കൊടുത്തിട്ട് അവളെ ഞാൻ ഉമ്മച്ചിയുടെ അടുത്തേക്ക് പോയി നേരെ. അപ്പോൾ ഞാനും അവരെ വരവൊക്കെ കണ്ടു. അപ്പോൾ ഗൈസ് ഷിയാസ്ക്കാടൊക്കെ എൻട്രി ഭയങ്കര ഗ്രാൻഡ് എൻട്രി ആയിരുന്നു. പുറത്ത് ഓപ്പൺ കാറിലൊക്കെ ആയിരുന്നു അവർ വന്നത്. അപ്പോൾ ആ പോപ്പർ പൊട്ടിക്കണ സൗണ്ട് കേട്ടപ്പോഴാണ് ഉമ്മച്ചി നേരെ പോയത്. പക്ഷെ ഇപ്പം തന്നെ നിങ്ങൾ കണ്ടില്ലേ, ഞങ്ങൾക്ക് അങ്ങോട്ടൊന്നും പോകാൻ പറ്റിയില്ല. എന്ത് തിരക്കാണ്. ഈ കുറേ യൂട്യൂബേഴ്സും പിന്നെ മീഡിയക്കാരും ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഇടയിൽ പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അവരെന്നെ പിളിക്കുക അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട്. അപ്പോൾ ഇതാ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ അവർ ഡാൻസൊക്കെ കളിച്ചിട്ടായിരുന്നു കയറ്റിയത്. അപ്പോൾ ഗൈസ് അവരങ്ങനെ സ്റ്റേജിലേക്ക് കയറി. അപ്പോഴാണ് ഞങ്ങൾ അറിയണത് ഇന്ന് തന്നെയാണ് നമ്മുടെ പുതിയ പെണ്ണ് ദർഫത്താടെ ബർത്ത്ഡേ എന്ന്. അപ്പോൾ അതിൻ്റെ ഗിഫ്റ്റൊക്കെ കൊടുക്കലുണ്ടായി. ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഹോസ്പിറ്റലിൽ പറയുന്ന പോലെ ചെയ്യാൻ
ഞാൻ ഫ്രണ്ട് വന്നു. അപ്പോൾ ഗൈസ് ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ സ്റ്റേ ട്യൂൺഡ് ഓൺ അഫ്രഷസ് വേൾഡ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.